സംസ്ഥാനത്തെ ആദ്യ ബി.ജെ.പി. മേയറായി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 51 വോട്ടുകൾ നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. 50 സീറ്റുകൾ ഉണ്ടായിരുന്ന ബി.ജെ.പിക്ക് സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കാനായത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. ഒരു കോർപ്പറേഷനിൽ ഭരണം ഏറ്റെടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലസ്ഥാന നഗരി കീഴടക്കും എന്നുള്ളത് ബി.ജെ.പി. പറഞ്ഞു. അതുപോലെ തന്നെ തലസ്ഥാന നഗരിയിൽ ബി.ജെ.പി. അധികാരത്തിലേറിയിരിക്കുകയാണ്. വി രാജേഷ് ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ആദ്യ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രചാരണം. തുടക്കം മുതൽ തന്നെ തലസ്ഥാനം പിടിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ബി.ജെ.പി. പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 50 സീറ്റാണ് ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 101 വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിലേറുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാറ്റൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സ്വതന്ത്രൻ ആയിട്ടുള്ള ആളുടെ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 51 വോട്ട് എണ്ണൽ കഴിയുമ്പോഴും ബി.ജെ.പിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പി. മേയറായിട്ട് വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റ് രണ്ട് മുന്നണികൾക്കും അവരുടെ മേയർ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. യു.ഡി.എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കെ ശബരീനാഥനായിരുന്നു. ശബരീനാഥന് 17 വോട്ടുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി പുന്നയ്ക്കാമുകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച RP ശിവജി ആയിരുന്നു. RP ശിവജിക്ക് 29 വോട്ടുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും തലസ്ഥാനത്തിന്റെ വികസനം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്, വികസിത അനന്തപുരി എന്ന ടാഗ് ലൈൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ തലസ്ഥാനത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ബി.ജെ.പി. കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പിലാക്കാൻ തന്നെയായിരിക്കും ബി.ജെ.പി. തീരുമാനിക്കുക. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ഇതിനിടയിൽ ബി.ജെ.പി. നടത്തുകയും ചെയ്തു. തിരുവനന്തപുരത്തിന്റെ വികസിത രേഖ അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ബി.ജെ.പി. നടത്തിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും അത്തരത്തിലുള്ള ചരിത്ര നിമിഷങ്ങൾക്ക് തിരുവനന്തപുരത്തിനെ വേദിയാക്കും ബി.ജെ.പി. എന്നുള്ളതാണ്. ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഒരു നഗരത്തിൻ്റെ വികസന രേഖ അവതരിപ്പിക്കാൻ എത്തുന്നത് അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി ഇതിനോടകം. ഇനി പ്രധാനമന്ത്രി എത്തുമോ? അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്നെയും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുക തലസ്ഥാന നഗരത്തിന് വേണ്ടി എന്നുള്ളത് നിർണായകം തന്നെയാണ്. ഈ തലസ്ഥാനം ബി.ജെ.പി. ഭരണത്തിൽ ഏറിക്കഴിയുമ്പോൾ അത് സംസ്ഥാനത്ത് തന്നെ ആകെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് തലസ്ഥാനത്ത് ബി.ജെ.പി. സ്വന്തമാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബി.ജെ.പിക്ക് ഇത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തേക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിലേറിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്, തലസ്ഥാനത്തിന് വേണ്ടിയിട്ട് ബി.ജെ.പി. കരുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഇന്നലെ വരെയും ഈ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിമാരായിട്ട് വി രാജേഷിനൊപ്പം പരിഗണിക്കപ്പെട്ട ഒരു പേരായിരുന്നു R ശ്രീലേഖയുടേത്. പക്ഷേ അവസാന ഘട്ടത്തിൽ വി രാജേഷിലേക്ക് ആ പേര് എത്തുകയായിരുന്നു. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകുന്നതിനിടയിൽ തന്നെ R ശ്രീലേഖ ഈ സത്യപ്രതിജ്ഞ വേദി വിട്ട് കോർപ്പറേഷനിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില അസംതൃപ്തികൾ പാർട്ടിക്ക് അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ അത് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിലേറിക്കഴിഞ്ഞു. ആദ്യത്തെ സംസ്ഥാനത്തെ ബി.ജെ.പി. മേയറായിട്ട് വി രാജേഷ് അധികാരമേറ്റെടുത്തു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അത് വലിയ ചർച്ചയാകും. എല്ലാവരും മറ്റ് രണ്ട് മുന്നണികളും അത് കാതോർത്തിരിപ്പുണ്ട്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് തലസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്തെ ആ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി കോടതിയെ സമീപിക്കാനൊരുങ്ങി CPIM. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള